അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി മുസ്തഫ പറയുന്നത് മുആവിയ ഇസ്ലാമിക സാമ്രാജ്യം വികസിപ്പിച്ചു എന്ന് പറയുന്നു. ആരാണ് വികസിപ്പിക്കാൻ പറഞ്ഞത് എന്നാണ് മുസ്തഫയുടെ ചോദ്യം. മൂപ്പര് പറഞ്ഞിട്ട് വേണമല്ലോ ഇവിടെ ഇസ്ലാമിൻ്റെ സാമ്രാജ്യം അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം വികസിപ്പിക്കാൻ. മൂപ്പര് അന്ന് ഇല്ലാതെ പോയതുകൊണ്ട് മൂപ്പരോട് മുആവിയക്ക് ചോദിക്കാൻ കഴിയുന്നുണ്ടാവില്ല. ഈ ജാതി വിഡ്ഢിത്തങ്ങളും താന്തോന്നിത്തങ്ങളും ഒരു മനുഷ്യന് പറയാൻ കഴിയണമെങ്കിൽ അയാളുടെ തൊലിക്കട്ടി കണ്ടാമൃഗത്തെപ്പോലും കവച്ചു വെക്കുന്നതായെങ്കിലേ പറ്റുള്ളൂ. മുആവിയ തൻ്റെ യുദ്ധതന്ത്രങ്ങൾ അതുപോലെ മറ്റ് സാമ്രാജ്യങ്ങൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ മേഖലകളിലേക്ക് കടന്നു കയറുന്നത് മുആവിയയുടെ സ്വന്തം ഇഷ്ടമനുസരിച്ചല്ല. മുആവിയയെ യുദ്ധനായകനായിട്ട് നിയോഗിക്കുന്നത് അന്നത്തെ ഖലീഫയാണ്. അതുമാത്രമല്ല, മുആവിയയെ ഷാമിൻ്റെയും പരിസര പ്രദേശങ്ങളിലെയും ഗവർണറായിട്ട് നിശ്ചയിക്കുന്നതും ഖലീഫയാണ്. ഉമർ റളിയല്ലാഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഇവരൊക്കെയാണ് അദ്ദേഹത്തെ. അത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് കുറച്ച് വികസിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ സ്വാഭാവികമായിട്ട് ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരിൽ നീങ്ങുന്ന ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത് അത് റോമൻ സാമ്രാജ്യമാണ്. ഇസ്ലാമിക രാജ്യത്തെ തകർക്കുക എന്നുള്ളത് അവരുടെ ഉന്നമായിരുന്നു. സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ മുആവിയ ഇസ്ലാമിൻ്റെ ആളല്ല എന്ന് തന്നെ വെക്കുക. ഏതൊരു രാജ്യവും തങ്ങൾക്കെതിരിൽ വരുന്ന ശത്രുവിൻ്റെ ആക്രമണത്തെ നേരിടാൻ വേണ്ടി യുദ്ധ സന്നദ്ധരായിട്ട് അതിന് വേണ്ടി കോപ്പ് കൂട്ടും, അതിനു വേണ്ടി ഭടന്മാരെ സജ്ജീകരിക്കുന്നുള്ള ഉറപ്പാണ്. ഇവിടെ ഖലീഫമാരുടെ കീഴിൽ, അതായത് മുസ്തഫ തന്നെ പറയുന്ന ഖലീഫമാരെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മൂപ്പർ അംഗീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അലി റളിയല്ലാഹു അൻഹുവിനെ ഏതാനും അംഗീകരിക്കുന്നുണ്ട്. മുസ്തഫ ചോദിക്കണ മാതിരി അന്ന് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചോ മുആവിയയോട് ആരാണിത് വിസ്തൃതമാക്കാൻ പറഞ്ഞതെന്ന്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ കീഴിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുള്ള ആളാണ് അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹം അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം മുആവിയയായിട്ട് ഇടയുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധവുമായി ബന്ധപ്പെട്ട സംഗതിയിലാണ്. അത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ സംസാരിക്കാമത്രേ ഉള്ളൂ. എന്നല്ലാതെ ഈ മുസ്തഫയുടെ ഇത്തരത്തിലുള്ള യാതൊരു അർത്ഥമില്ലാത്ത ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ മറുപടി അർഹിക്കില്ല എന്നുള്ളതാണ് വസ്തുത. മുആവിയ വിസ്തൃതമാക്കിയുള്ള പ്രദേശം ഇസ്ലാമിൻ്റേതായിരുന്നില്ല, മുആവിയയുടേതായിരുന്നു എന്നാണ് മുസ്തഫയുടെ മറ്റൊരു കമൻറ്റ്. എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് തുടങ്ങിയിട്ടുണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ശത്രുക്കൾക്ക്, ഇസ്ലാമിക രാജ്യത്തിൻ്റെ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യാൻ. അതിന് ഉമർ റളിയല്ലാഹു അൻഹു നീരസം പ്രകടിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനി മേലിനോട് ഈ കാര്യം പറയരുത് എന്ന് പറയുന്നത്, സമുദ്രം കടന്നിട്ട് അക്കരെ പോയിട്ട് യുദ്ധം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കത്തെഴുതിയപ്പോൾ മാത്രമാണ്. അതിന് മുമ്പ് അദ്ദേഹത്തിനുള്ള എല്ലാ പ്രോത്സാഹനവും നൽകി അദ്ദേഹത്തിന് സഹായ സൈന്യങ്ങളെ വരെ അയച്ചു കൊടുത്തിട്ടുള്ള ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഇനി ഉമറിനെ സംബന്ധിച്ചും മുസ്തഫക്ക് പിടിക്കണില്ലെങ്കിൽ പിന്നെ ഉമറുടെ കാര്യം പറയാനുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവിധത്തിലും അംഗീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്രസയിൽ, പാഠശാലയിൽ വളരുകയും ചെയ്തിട്ടുള്ള അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഇവരൊന്നും അംഗീകരിക്കാത്ത ഒരാൾക്ക് ഇസ്ലാമുമായിട്ട് പിന്നെ എന്ത് ബന്ധമുള്ളത്? ഇതാണ് ഇവിടെ മുസ്തഫ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മൂപ്പരെ ചോദ്യം, ആരാണ് വിസ്തൃതമാക്കാൻ കൽപ്പിച്ചത്? മുസ്തഫയുടെ അംഗീകാരം കിട്ടണമല്ലോ മുആവിയക്ക് ഇത് വിസ്തൃതമാക്കാൻ. അപ്പോൾ ഈ ജാതി എന്താണ് പറയുക, അന്തം കെട്ട വർത്തമാനങ്ങൾ
പറയുന്നതിൽ നിന്ന് മുസ്തഫ എത്രമാത്രം ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടോ അത്രയും മുസ്തഫക്ക് നല്ലത് എന്ന് അദ്ദേഹത്തോട് പറയാനുണ്ടോ. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണശേഷം അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുവാദത്തോടു കൂടിയാണ് പിന്നീട് യുദ്ധക്കപ്പലുകൾ ഉണ്ടാക്കുന്നതും അത് സംവിധാനിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നതുമൊക്കെ. അവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നൽകുന്ന ഒരു നിബന്ധന കൂടിയുണ്ട്. ഈ യുദ്ധം കടൽ കടന്നുള്ള ശത്രുവിനോടുള്ള യുദ്ധം മുന്നോട്ട് നയിക്കണമെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നൽകുന്ന 2 ഉപാധി. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പോരാൻ പറ്റുമെങ്കിലേ അദ്ദേഹം യുദ്ധത്തിന് പോകേണ്ടതുള്ളൂ എന്നാണ്. അപ്പോൾ അതിന് ഭാര്യയ്ക്ക് യാതൊരു എതിർപ്പുണ്ടായിരുന്നില്ല. അവർ മുആവിയൻ്റെ കൂടെ പോകാൻ തയ്യാറായി. രണ്ടാമത്തത്, ഇതിനു വേണ്ടി ആരെയും നിർബന്ധിക്കാൻ പാടില്ല. സ്വന്തം ഇഷ്ടപ്രകാരം വരുന്നവരെ മാത്രമേ സൈന്യത്തിലെടുക്കാൻ പാടുള്ളൂ. സ്വാഭാവികമായിട്ടും മുആവിയ റളിയല്ലാഹു അൻഹു ഷാമിലെ ഗവർണറാണ്. അദ്ദേഹം തൻ്റെ ഭടന്മാരോടും ആ നാട്ടിലെ ആളുകളോടും യുദ്ധസന്നദ്ധരായിട്ടുള്ള ആളുകളോടൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഉപാധി പറഞ്ഞപ്പോൾ അവർ സർവാത്മന അത് അംഗീകരിക്കുക ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ സൈന്യത്തിലേക്ക് അവർ പേര് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ആരും ഇത് പിന്തിരിഞ്ഞിട്ടില്ല. കാരണം അവർ ഉൾക്കൊള്ളുന്ന ഒരു ഇസ്ലാമുണ്ട്, അത് മുസ്തഫക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ് സംഗതി. ഇസ്ലാമിക മാർഗത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുവിനെതിരിൽ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തങ്ങൾക്ക് ഈ ദുനിയാവിൽ അന്തസ്സും ആഭിജാത്യവും നേടിക്കൊടുക്കുന്ന സംഗതിയാണെന്നതോടൊപ്പം പരലോകത്ത് തങ്ങളുടെ സ്വർഗം ഉറപ്പിക്കുന്ന സംഗതിയാണ് എന്നതുകൂടി അവർ ഉറച്ച് വിശ്വസിച്ചിരുന്നു. അതിൽ മുസ്തഫക്ക് എത്രത്തോളം വിശ്വാസം ഉണ്ടില്ല എന്നുള്ളത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അത് അംഗീകരിക്കുന്ന ആളുകളാണ്. അതനുസരിച്ചാണ് മുആവിയ റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഈ ആളുകളൊക്കെ അണിനിരന്നിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം ആദ്യമായിട്ട് ആക്രമിക്കുന്ന യുദ്ധം ചെയ്യുന്ന പ്രദേശം ഏതാണ്? ഖുബ്റുസാണ്, സൈപ്രസ്. മുആവിയ റളിയല്ലാഹു അൻഹു സൈപ്രസ് കീഴടക്കണം. അതിന് കാരണം എന്താ? അതിന് കാരണം ഈ സൈപ്രസ് എന്ന് പറയുന്നത് റോമക്കാരുടെ കീഴിലുണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. റോമക്കാർ അവിടെ താവളടിച്ചിട്ട് ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരിൽ ഉപജാപങ്ങൾ മെനയുകയും അവിടെ നിന്നുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരിൽ യുദ്ധം ചെയ്യാനൊരുങ്ങുകയുമാണ് ചെയ്തത്. യുദ്ധം ചെയ്തിരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള തന്ത്രപ്രധാനമായിട്ടുള്ളൊരു പ്രദേശം, അത് ഏത് രാജാവായിരുന്നാലും അല്ലെങ്കിൽ ഏത് ഭരണാധികാരിയായിരുന്നാലും ശരിയാണത്. മുആവിയ റളിയല്ലാഹു അൻഹു അത് ഇസ്ലാമിൻ്റെ പക്ഷത്ത് നിന്ന് ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിൽ ഇസ്ലാമിന് വേണ്ടി ചെയ്തൊരു സംഗതിയാണ്. ഇതിനാണ് ഇവിടെ മുസ്തഫ ഇസ്ലാമികമായിട്ടുള്ള രാഷ്ട്രമായിരുന്നില്ല, മുആവിയൻ രാഷ്ട്രമായിരുന്നു എന്ന് പറയുന്നത്. മുആവിയൊക്കെ വരുന്നത് മനുഷ്യ പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട് അലി റളിയല്ലാഹു അൻഹുവായിട്ടുള്ള സിഫീനിലൊക്കെ യുദ്ധം കഴിഞ്ഞിട്ടാണ് മുആവിയ യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടുള്ള അധികാരത്തിലേക്ക് വരുന്നത്. അതിൻ്റെ മുമ്പ് മുആവിയ ഒരിക്കലും ഖിലാഫത്ത് വാദം ഉന്നയിച്ചിട്ടില്ല. ഞാനാണ് ഖലീഫ ആവേണ്ടതെന്ന് ഒരിക്കലും തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു ആണ് ഖിലാഫത്തിന് അർഹൻ എന്ന് എനിക്കറിയാം, എന്നെക്കാൾ അദ്ദേഹമാണ് അതിന് യോഗ്യൻ എന്ന് പറഞ്ഞ ആളാണ് മുആവിയ. എന്തുകൊണ്ട് മുആവിയ അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ നിന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ബയ്യത്ത് ചെയ്യാൻ ഒരിക്കലും വിമുഖത കാണിച്ചിട്ടില്ല എന്നാണ് ചരിത്രം. ഞാൻ ബയ്യത്ത് ചെയ്യൂല എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ബയ്യത്ത് ചെയ്യാം, പക്ഷേ അതിനൊരു ഉപാധിയുണ്ട്. ആ ഉപാധി എന്താണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നിട്ടുള്ള ആളുകളെ അദ്ദേഹത്തിൻ്റെ ഘാതുകന്മാരെ വിട്ടുതരണം. അവരുടെ മേൽ നടപടിയെടുത്തു കഴിഞ്ഞാൽ ഞാൻ ബയ്യത്ത് ചെയ്യാമെന്നാണ് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇവിടെ നയപരമായിട്ടുള്ള 2 കാഴ്ചപ്പാടുകളാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിലൊരു പക്ഷത്ത് മുആവിയ ആയിരുന്നു. അവിടെ മുആവിയ അല്ലെങ്കിൽ പോലും ഈ നയപരമായിട്ടുള്ള കാഴ്ചപ്പാട് വ്യത്യസ്തമാവുമ്പോൾ അവിടെ മറ്റൊരാളാണെങ്കിൽ പോലും അതുതന്നെയാണ് സംഭവിക്കുക. അത് മുആവിയായി എന്നുള്ളത് ഒരു ചരിത്ര സംഭവം മാത്രമാണ്. അപ്പോൾ ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതുകന്മാരെ വിട്ടുതരാണെങ്കിൽ അവർക്ക് ഇതിൽ നടപടിയെടുത്താൽ ഞാൻ ബയ്യത്ത് ചെയ്യാമെന്നാണ് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന് അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഇവരെയൊക്കെ ബയ്യത്ത് ചെയ്തിട്ടുള്ള മദീനയിലുള്ള ആളുകൾ ബയ്യത്ത് ചെയ്ത അലി റളിയല്ലാഹു അൻഹുവിനെ അവഗണിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല.
അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ അലി റളിയല്ലാഹുവിൻ്റെ നയം എന്തായിരുന്നു? അലി റളിയല്ലാഹു സ്വീകരിച്ച നയം ഭരണവ്യവസ്ഥ അതിൻ്റെ ശരിയായ റൂട്ടിലേക്ക് വരട്ടെ, എന്നിട്ട് നമ്മൾക്ക് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഘാതകന്മാരെ കൈകാര്യം ചെയ്യാമെന്നുള്ള ഈ നയങ്ങളാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്. ആ നയം ഏറ്റുമുട്ടാനുള്ളത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തിനുണ്ടാകാവുന്ന ഒരു സംഗതിയാണ്. ഇത് അന്ന് നടന്ന ഒരു സംഭവത്തെ ഇന്ന് പെരുപ്പിച്ച് കാണിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ പിന്നെയും ചിദ്രതയും കുത്തിത്തിരിപ്പും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ മുസ്തഫയെ പോലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഷീകളുടെ ഒത്താശയോടുകൂടി, ഷീകളാണ് അതിന് മുമ്പിൽ നിൽക്കുന്നത്, അവരും ഇതേ രീതിയാണ് സ്വീകരിക്കാറുള്ളത്. എന്നല്ലാതെ ഇതിൽ ഇന്ന് കാലികമായിട്ട് മനുഷ്യർക്ക് പ്രയോജനം ചെയ്യാവുന്ന ഒരു സംഗതിയില്ല എന്നുള്ളതാണ് വസ്തുത. മുആവിയ കുറേ കുറ്റം പറഞ്ഞു. ഇസ്ലാം ഇന്നത്തെ ഇസ്ലാം അന്നത്തെ ഇസ്ലാമല്ല. ഇന്നത്തെ ഈ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക ശരീഅത്തല്ല. ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങളൊന്നും യഥാർത്ഥ ഇസ്ലാമിക അനുഷ്ഠാനങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് പറയണവന് ഇസ്ലാമിൽ നിന്നാണ് പുറത്തു പോകാമെന്നുള്ളത് കവിഞ്ഞ് മുസ്ലിങ്ങളെ ഒരിക്കലും അതിന് ചെവി കൊടുക്കില്ലാനുള്ള ഉറപ്പാണ്. ഇപ്പോൾ കുറേ മുസ്ലിങ്ങളാണ് ആക്ഷേപിച്ചു, നിങ്ങളൊക്കെ മുആവിയ മതക്കാരാണ്, നിങ്ങളൊന്നും മുസ്ലിങ്ങളല്ല. അതുകൊണ്ട് ഇപ്പോൾ ആർക്കാ ദോഷം? മുസ്ലിങ്ങൾ അതിന് നയാപൈസൻ്റെ ഒരു പുല്ല് വില പോലും കൽപ്പിക്കില്ല എന്നാണ് വസ്തുത. അപ്പോൾ ഇതാണ് മുആവിയ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും യഥാർത്ഥത്തിൽ അകലാനുണ്ടായിട്ടുള്ള കാരണം. ഈ നയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അത് പിന്നീട് യുദ്ധത്തിൽ ചെന്ന് കലാശിച്ചു എന്നുള്ളത് മറ്റൊരു സംഗതി. ഈ സൈപ്രസ് കീഴടക്കിയതിന് ശേഷം മുആവിയ റളിയല്ലാഹു അൻഹു ചെയ്തതെന്താണ്? അവരോട് ഒരു കരാറിൽ ഏർപ്പെട്ടു. ഈ റോമക്കാർക്ക് അനുകൂലമായിട്ടുള്ള യാതൊരു സമീപനം ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരിൽ റോമക്കാർ തിരിയുകയാണെങ്കിൽ ആ വിവരം ഞങ്ങളെ അറിയിക്കണം എന്നൊക്കെ ഇവരുമായിട്ടൊരു കരാറുണ്ടാക്കിയിരുന്നു. സംഗതി വശാൽ അവർക്ക് ആ കരാർ പാലിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? അവർ നിസ്സഹായരായിട്ടുള്ളൊരു ജനവിഭാഗമാണ്. ഇങ്ങേ ഭാഗത്ത് ഇസ്ലാമിക ശക്തിയും മറുഭാഗത്ത് റോമൻ ശക്തിയും. പിന്നെ അവർ മാനസികമായി റോമിനോട് താല്പര്യമുള്ളവരാണ് ക്രിസ്ത്യാനികളായതുകൊണ്ട് എന്നതൊരു വസ്തുതയിലുണ്ട്. അങ്ങനെ റോമക്കാരവിടെ കടന്നു കയറി അത് പിന്നെയും ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹു മറ്റൊരു നയം സ്വീകരിച്ചു. അവിടെ അവരുമായിട്ട് യുദ്ധം ചെയ്ത് ജയിച്ചടക്കിയതിന് ശേഷം ഒരു ഇസ്ലാമിക സൈന്യത്തെ അവിടെ നിലനിർത്തി. അതോടുകൂടി റോമിൻ്റെ ആക്രമണം അതോടുകൂടി ഇല്ലാതാവുകയും ചെയ്തു. അതിനെ തുടർന്നാണ് പിന്നീട് കടൽ യുദ്ധം ത്തിൽ പല സംഭവങ്ങളും സംഭവിക്കണമൊക്കെ. അപ്പോൾ ആര് പറഞ്ഞു വിസ്തൃതമാക്കാമെന്ന് ചോദിച്ചാൽ മഹാനായിട്ടുള്ള മുസ്തഫ മൗലവി അല്ല പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് തൊയ്കയോടുകൂടി മൂപ്പരോട് പറയാം. ഇതൊക്കെ പറയണമെങ്കിലുള്ള തൊലിക്കട്ടി എത്ര അപാരമാണ് എന്ന് ഒരു സാധാരണ മനുഷ്യന് പോലും ചിന്തിക്കാൻ പറ്റുന്ന സംഗതിയാണിത്. എനിക്കിതിനൊക്കെ വിമർശിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള അധികാരമുണ്ട്. എന്നാൽ ഇവർക്കൊന്നും ഇതിനുള്ളത് അധികാരമില്ലായിരുന്നു. അപ്പം ഞാനാണ് മഹാൻ, ഞാനാണ് വമ്പൻ. ഈ അഹങ്കാരമാണ്, ഔദ്ധത്യബോധമാണ് യഥാർത്ഥത്തിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ളതും ഈ മൗലവിയെ ഈ പരുവത്തിലെത്തിച്ചിട്ടുള്ളത് എന്നതുമാണ് വസ്തുത. അതുകൊണ്ട് സംഗതികൾ അതിൻ്റെ രീതിയിൽ മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ യഥാർത്ഥത്തിൽ ഗുണപാഠമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾക്ക് അവരോട് പറയാനുള്ളത്.